ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 2ാമത്തെ ചാപ്റ്റർ പഠിക്കാം. 2ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ആസിഡുകളും ബേസുകളും. അപ്പോൾ നമ്മൾ 1ാമത്തെ ചാപ്റ്റർ അതുപോലെ അതിൻ്റെ ടെക്സ്റ്റുവൽ ആക്ടിവിറ്റിയൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് 3-4 വീഡിയോ ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അത് കാണാത്തവരത് കാണണം. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് 2ാമത്തെ ചാപ്റ്ററാണ് ആസിഡുകളും ബേസുകളും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കുട്ടീൻ്റെ ഡയറി കുറിപ്പാണ് കൊടുത്തിട്ടുള്ളത്. അത് വായിച്ചു നോക്കാം. കുട്ടികളിൽ കൗതുകമുണർത്തുന്ന എന്തെങ്കിലും ശാസ്ത്ര പരീക്ഷണവുമായാണ് സയൻസ് ടീച്ചർ മിക്ക ദിവസങ്ങളിലും ക്ലാസ്സിൽ വരുന്നത്. സുതാര്യമായ 2 ഗ്ലാസ് ടംബ്ലറുമായാണ് ഇന്ന് ടീച്ചർ ക്ലാസ്സിലെത്തിയത്. ഒരു ടംബ്ലറിൽ പിങ്ക് നിറമുള്ള ഒരു ദ്രാവകമുണ്ടായിരുന്നു. രണ്ടാമത്തെ ടംബ്ലർ ഒഴിഞ്ഞതായിരുന്നു. 2 ടംബ്ലറും ടീച്ചർ മേശപ്പുറത്ത് വെച്ചു. ആദ്യത്തെ ടംബ്ലറിലെ പിങ്ക് നിറമുള്ള ദ്രാവകം ഒഴിഞ്ഞ ഗ്ലാസ് ടംബ്ലറിലേക്ക് പകരാൻ ടീച്ചർ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ടീച്ചർ പറഞ്ഞതുപോലെ ചെയ്തു. പിന്നീട് നടന്നത് അത്ഭുതമായിരുന്നു. രണ്ടാമത്തെ ടംബ്ലറിലേക്ക് പകർത്തിയ ആ പിങ്ക് ദ്രാവകം മഞ്ഞ നിറമായി മാറി. നല്ലൊരു മാജിക് കണ്ട ത്രില്ലിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ എന്താണ് കുട്ടി ഇവിടെ എഴുതിയിട്ടുള്ളത്? കഴിഞ്ഞ ദിവസം സയൻസ് ടീച്ചർ ക്ലാസ്സിൽ ചെയ്ത ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ അനുഭവമാണ് കുട്ടി എഴുതിയിട്ടുള്ളത്. എന്താണ് എക്സ്പെരിമെൻറ്റ്? 2 ഗ്ലാസ് ടംബ്ലർ ഉണ്ട്. ഒന്നിൽ പിങ്ക് നിറമുള്ളൊരു ദ്രാവകം ടീച്ചർ കൊണ്ടുവന്നിരുന്നു. മറ്റേ ഗ്ലാസ് ടംബ്ലർ ഒഴിഞ്ഞതായിരുന്നു. അപ്പോൾ ഈ പിങ്ക് നിറമുള്ള ദ്രാവകം കുട്ടിയോട് ഒഴിഞ്ഞ ഗ്ലാസ് ടംബ്ലറിലേക്ക് ഒഴിക്കാൻ പറഞ്ഞപ്പോൾ ആ പിങ്ക് ദ്രാവകം എന്തായി മാറി? മഞ്ഞ നിറമായി മാറി. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്ത് തോന്നി? ഒരു കൗതുകം തോന്നി. എന്തായിരിക്കും അങ്ങനെ ആ പിങ്ക് നിറം മഞ്ഞയാവാൻ കാരണം എന്ന് കൗതുകം തോന്നി. നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവില്ലേ കൗതുകം? അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ജിനുവിൻ്റെ ഡയറി കുറിപ്പ് വായിച്ചല്ലോ. ജിനുവിൻ്റെ ക്ലാസ്സിൽ ടീച്ചർ നടത്തിയ പരീക്ഷണത്തിൻ്റെ രഹസ്യം എന്തായിരിക്കാം? അപ്പോൾ എന്താണ് ഈ പരീക്ഷണത്തിൻ്റെ രഹസ്യം? നമുക്ക് അറിയണം അല്ലേ? നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് എക്സ്പെരിമെൻ്റ് എന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ത് വസ്തുവായിരിക്കും ടീച്ചർ ഗ്ലാസ് ടംബ്ലറിൽ എടുത്തിട്ടുണ്ടായിരിക്കുക. ഒഴിഞ്ഞ ഗ്ലാസ് ടംബ്ലർ അല്ല എന്നൊക്കെ നമുക്ക് തെളിയിക്കണം. അപ്പോൾ തെളിയിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കണം. അത് നമ്മൾ ആദ്യം എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ആവശ്യമായ വസ്തുക്കളൊക്കെ ശേഖരിച്ച് വെക്കാനൊരു ശാസ്ത്ര കിറ്റ് തയ്യാറാക്കണം. ശാസ്ത്ര കിറ്റ് എന്ന് പറഞ്ഞാൽ ശാസ്ത്ര പരീക്ഷണങ്ങൾ ചെയ്യാൻ ആവശ്യമായ സാമഗ്രികൾ വീട്ടിൽ നിന്നും ചുറ്റുപാടിൽ നിന്നൊക്കെ ശേഖരിച്ച് വെക്കുന്ന കിറ്റാണ് ശാസ്ത്ര കിറ്റ്. അപ്പോൾ ഈ പരീക്ഷണങ്ങൾ ചെയ്യാൻ, അതായത് ഇപ്പോൾ ഈ പരീക്ഷണം ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേണം? പതിമുഖമിട്ട് തിളപ്പിച്ച പിങ്ക് നിറമുള്ള വെള്ളം വേണം, വിനാഗിരി വേണം, പുളിവെള്ളം വേണം, നാരങ്ങ നീര് വേണം, ഉപ്പ് വേണം, ചാരം വേണം, ചുണ്ണാമ്പ് വേണം, അപ്പക്കാരം വേണം, മോര്, ഇതൊക്കെ വേണം. അപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് യൂണിറ്റൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ അതിലും ഉണ്ടാവും കുറേ എക്സ്പെരിമെൻ്റൊക്കെ ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ട സാമഗ്രികളൊക്കെ ചേർത്തിട്ട് ഈ കിറ്റ് വിപുലപ്പെടുത്തണം എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇതൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഇത്രയും വസ്തുക്കൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ നാരങ്ങ നീര്, പുളിവെള്ളം, ഇതൊക്കെ എടുത്തിട്ട് ഓരോ ഗ്ലാസ് ടംബ്ലറിൽ കുറച്ച് 2-3 തുള്ളി വീതം എടുത്തിട്ട് എല്ലാത്തിലേക്കും എന്ത് ചെയ്യാം? ഈ പതിമുഖമിട്ട് തിളപ്പിച്ച പിങ്ക് നിറമുള്ള ദ്രാവകം 1/2 ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഏതിൻ്റെയൊക്കെ നിറം മഞ്ഞയായി മാറുന്നുണ്ട് എന്നുള്ളത് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചാരം കലക്കിയ വെള്ളം അതിൻ്റെ മാറോ? ഇല്ല. നാരങ്ങ നീരിൻ്റെ നിറം മാറും, മഞ്ഞയാവും. ഉപ്പ് ലായനി നിറം മാറില്ല. വിനാഗിരി മാറും, മഞ്ഞ നിറമായി മാറും. പുളിവെള്ളം മഞ്ഞ നിറമായി മാറും. അപ്പക്കാര ലായനി നിറം മാറില്ല. അപ്പോൾ ഇതിന് 3ലാണ് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് നാരങ്ങ നീരിൻ്റെ നിറമാണ് മാറുന്നത്. നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലാസ്സിൽ ടീച്ചർ ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാം. നാരങ്ങ നീരിൻ്റെ കളറ് മാറും. നീര് ഒഴിച്ച ഗ്ലാസ് ടംബ്ലറിലെ വെള്ളത്തിൻ്റെ നിറം മഞ്ഞയാകും. അതുപോലെ വിനാഗിരിയുടേത് മാറും, പുളിവെള്ളത്തിൻ്റേത് മാറും. ഈ 3 ബോക്സിൻ്റെ നേരെയും നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ നാരങ്ങ നീര്, അതുപോലെ വിനാഗിരി, പുളിവെള്ളം, ഇതിനൊക്കെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ട് ഇതിന് 3. അതായത് ഈ പതിമുഖ വെള്ളത്തിൻ്റെ നിറം മഞ്ഞയാക്കിയ പദാർത്ഥങ്ങളുടെ രുചിയിൽ എന്തെങ്കിലും പൊതു സ്വഭാവം ഉണ്ടോ? ഉണ്ടല്ലേ? എന്താണ്? അവക്കൊക്കെ ഒരു പുളി രുചി ഉണ്ട് അല്ലേ? അപ്പോൾ ഈ ചില ആസിഡുകൾ അതിലടങ്ങിയതുകൊണ്ടാണ് അവർക്ക് എന്തുള്ളത്? പുളി രുചി ഉള്ളത്. അപ്പോൾ ഇനി നമ്മൾ ആസിഡിനെ തിരിച്ചറിയാനാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തത്? ഈ പതിമുഖമിട്ട് തിളപ്പിച്ച വെള്ളം എല്ലാ പദാർത്ഥങ്ങളിലും ഒഴിച്ച് നോക്കിയത്. അപ്പോൾ ഈ പതിമുഖ വെള്ളം എന്താണ്? ഒരു സൂചകമാണ്. നമുക്ക് ആസിഡും ബേസും തിരിച്ചറിയുള്ള ഒരു സൂചകമാണ്. അതുപോലെ മറ്റൊരു സൂചകമാണ് ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്ന സൂചകം. എന്താണത്? ലിറ്റ്മസ് പേപ്പർ പറഞ്ഞാൽ എന്താണ്? ഈ മരങ്ങളിലും പാറകളിലും മറ്റും പറ്റിപ്പിടിച്ചു വളരുന്ന സസ്യവിഭാഗമായ ചില ഇനം ലൈക്കണുകളുടെ സത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ചായമാണ് ലിറ്റ്മസ്. ഇത് നിറം മാറ്റം വഴി പദാർത്ഥങ്ങളുടെ സ്വഭാവം തിരിച്ചറിയാൻ സഹായിക്കുന്നു. ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടി ലിറ്റ്മസ് പേപ്പറും വെള്ളത്തിൽ ലയിപ്പിച്ച് ലിറ്റ്മസ് ലായനിയും ഉണ്ടാക്കുന്നു. നീല, ചുവപ്പ് നിറങ്ങളിലുള്ള ലിറ്റ്മസ് പേപ്പറുകളും ലായനികളും സ്കൂൾ ലബോറട്ടറികളിൽ ലഭ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകമാണ്. നമ്മൾ പറഞ്ഞു പതിമുഖമിട്ട് തിളപ്പിച്ച വെള്ളം എന്താണ്?
പിങ്ക് നിറം കിട്ടുന്നതുകൊണ്ട് അതെന്താണ് ഒരു സൂചകമാണെന്ന് പറഞ്ഞു. അതുപോലെ ലിറ്റ്മസ് പേപ്പർ നമ്മൾ ഉണ്ടാവും, നമ്മൾ സ്കൂളിലുണ്ടാവും, ലബോറട്ടറിയിലും ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ലിറ്റ്മസ് പേപ്പർ നമ്മൾ സ്കൂളിലുണ്ടാവും. ഇതും എന്ത് ചെയ്യുക, നമ്മൾ ഇതേപോലെ ഇത്രയും നേരത്തെ നമ്മൾ ചെയ്തില്ല എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള എല്ലാ വസ്തുക്കളും എടുക്കുക. അതായത് സോപ്പ് വെള്ളം, നാരങ്ങ നീര്, അപ്പക്കാര ലായനി, ചുണ്ണാമ്പ് വെള്ളം, വിനാഗിരി, മോര്, പുളിവെള്ളം, തെളിഞ്ഞ ചാരവെള്ളം, ഇത്രയും വസ്തുക്കൾ എടുത്തിട്ട് ഇതൊക്കെ ഓരോ ഗ്ലാസ് ടംബ്ലറിൽ കുറച്ച് എടുത്തിട്ട് ഒരര വീതം എടുത്തിട്ട് ടംബ്ലർ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതിലേക്ക് ലിറ്റ്മസ് പേപ്പർ മുക്കി നോക്കുക. എന്നിട്ട് എന്താണ് മാറ്റം എന്നുള്ളത് നിരീക്ഷിക്കേണ്ടത് ഇവിടെ ഈ പട്ടികയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. വിനാഗിരിയിൽ നമ്മൾ നീല ലിറ്റ്മസ് മുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നീലയും ചുവപ്പും ഉണ്ട് എന്നറിയാം നമുക്ക് ലിറ്റ്മസ്. അപ്പോൾ ഈ വിനാഗിരിയിൽ നീല ലിറ്റ്മസ് മുക്കുമ്പോൾ വിനാഗിരിയുടെ നിറം ലിറ്റ്മസിൻ്റെ നിറം ചുവപ്പായി മാറും. ചുവപ്പ് ലിറ്റ്മസ് മുക്കിയാലോ നിറമൊന്നും ഉണ്ടാവില്ല. നാരങ്ങ നീര് നീല ലിറ്റ്മസ് ചുവപ്പാക്കും, ചുവപ്പ് ലിറ്റ്മസ് നിറമൊന്നുമില്ല. ചുണ്ണാമ്പ് വെള്ളത്തിൽ നമ്മൾ നീല ലിറ്റ്മസ് ഇട്ടാൽ എന്താ അവസ്ഥ, നിറം മാറില്ല, നീല ലിറ്റ്മസ് തന്നെയാണ്. പക്ഷേ ചുവപ്പ് ലിറ്റ്മസ് ഇട്ട് കഴിഞ്ഞാൽ അതെന്തായി മാറും, നീലയായി മാറും. അപ്പോൾ ഏതെല്ലാം ദ്രാവകങ്ങളാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കിയത്? നാരങ്ങ നീര്, വിനാഗിരി, അതുപോലെ പുളിവെള്ളം. ഏതെല്ലാം ദ്രാവകങ്ങളാണ് ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കിയത്? ചുണ്ണാമ്പ് വെള്ളം, അതുപോലെ ചാരം കലക്കിയ വെള്ളം, സോപ്പ് വെള്ളമൊക്കെ ചുവപ്പ് ലിറ്റ്മസിനെ നീലയുമാക്കും. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക, ഈ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥങ്ങളൊക്കെ എന്താണ്, ആസിഡുകളാണ്. അതുപോലെ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളൊക്കെ എന്താണ്, ബേസുകളാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്ക് വീട്ടിൽ എങ്ങനെ ലിറ്റ്മസ് പേപ്പർ തയ്യാറാക്കാമെന്ന് നോക്കാം. ലിറ്റ്മസിന് ഒരു പകരക്കാരൻ, ഒരു വെള്ളക്കടലാസ് എടുത്തിട്ട് അതിൻ്റെ ഇരുവശത്തും എന്ത് ചെയ്യുക, നമ്മളെ ചെമ്പരത്തിപ്പൂ ഉണ്ടല്ലോ അത് നന്നായി ഉരച്ച് പിടിപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പേപ്പർ ഉണക്കാൻ വെച്ചിട്ട് അപ്പോൾ എന്ത് ചെയ്യും, നീല ലിറ്റ്മസ് പേപ്പർ നമുക്ക് കിട്ടും. നീല കളറായിട്ടാണ് വരിക. അപ്പോൾ നീല ലിറ്റ്മസ് പേപ്പർ കിട്ടും. അപ്പോൾ നമുക്ക് ഇതെന്ത് ചെയ്യുക, അത് ഉപയോഗിക്കാം പേപ്പറിന്. പിന്നെ എന്ത് ചെയ്യുക, അത് അപ്പോൾ അതിന് നീലയാണല്ലോ, ആ നീല നമ്മൾ എന്ത് ചെയ്യുക, ആസിഡ് സ്വഭാവമുള്ള അതിൽ മുക്കുമ്പോൾ എന്താവും, ചുവപ്പായി മാറുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തും കിട്ടും, ചുവപ്പ് ലിറ്റ്മസ് പേപ്പറും കിട്ടും. അങ്ങനെ നമുക്ക് ലിറ്റ്മസ് പേപ്പർ വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ഈ ലിറ്റ്മസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൂചകങ്ങൾ. നിറം മാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. ലിറ്റ്മസ് പേപ്പർ ഒരു സൂചകമാണ്. ഇനി വേറെ ലബോറട്ടറി സൂചകങ്ങൾ. നിങ്ങൾ പരിചയപ്പെട്ട നീല, ചുവപ്പ് ലിറ്റ്മസ് പേപ്പറുകൾക്ക് പുറമെ ലബോറട്ടറിയിൽ സാധാരണയായി ഉപയോഗിക്കുന്ന 2 സൂചകങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫിനോഫ്തലീനുമാണ്, മീഥൈൽ ഓറഞ്ചുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫിനോഫ്തലീനും മീഥൈൽ ഓറഞ്ചൊക്കെ ഇത്രയും വസ്തുക്കൾ ഇനി അതെടുത്തിട്ട് ഇതൊക്കെ ആഡ് ചെയ്തെടുത്ത് നോക്കണം. നമ്മൾ ഇത്രയും എക്സ്പെരിമെൻറ്റ് ചെയ്ത വസ്തുക്കളിൽ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താണ് കളർ ചേഞ്ച് വരുന്നത് നമുക്ക് നോക്കണം. ഇപ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞുതരാം, ഈ ബോക്സ് ഫില്ല് ചെയ്യാനാണ്. വിനാഗിരിയിൽ നമ്മൾ കുറച്ച് ഫിനോഫ്തലീൻ ചേർത്താൽ കളർലെസ് ആയിരിക്കും, നിറം ഉണ്ടാവില്ല. മീഥൈൽ ഓറഞ്ച് ചേർക്കുമ്പോൾ എന്തുണ്ടാവും, ഒരു റെഡ് കളർ ഉണ്ടാവും. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിൽ ഫിനോഫ്തലീൻ ചേർത്താൽ ഒരു പിങ്ക് കളർ കിട്ടും. മീഥൈൽ ഓറഞ്ച് ചേർക്കുമ്പോൾ ഒരു യെല്ലോ കളറും കിട്ടും. നാരങ്ങ നീരിലാണെങ്കിൽ ഫിനോഫ്തലീൻ കളർലെസ് ആണ്, മീഥൈൽ ഓറഞ്ച് ആണെങ്കിൽ ഒരു റെഡ് കളറാണ്. സോപ്പ് വെള്ളത്തിൽ ഫിനോഫ്തലീൻ ചേർക്കുമ്പോൾ പിങ്ക് നിറമാണ്, മീഥൈൽ ഓറഞ്ച് യെല്ലോ. തെളിഞ്ഞ അപ്പക്കാര ലായനിയിലും അങ്ങനെ തന്നെയാണ്, ഫിനോഫ്തലീൻ ഒരു പിങ്ക് നിറവും മീഥൈൽ ഓറഞ്ച് ഒരു യെല്ലോ കളറുമാണ് കിട്ടുക. അപ്പോൾ ഇത് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്താ പറയുന്നത്, നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ ആസിഡ് ആയിട്ടുള്ള എല്ലാ പദാർത്ഥങ്ങൾക്കും ഒരു പൊതു സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞു. അതായത് പുളി രുചിയാണുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ഇനി ബേസുകൾക്ക് എന്തെങ്കിലും രുചിയുണ്ടോ അത് നമുക്കറിയണം അല്ലേ. ബേസുകൾക്ക് എന്തെങ്കിലും പൊതുവായിട്ട് എന്തെങ്കിലും രുചി ഉണ്ടോയെന്ന് ഉണ്ട്. ഇപ്പം നമുക്കറിയാം ഈ സോപ്പ് നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ സോപ്പൊക്കെ നമ്മളെ വായിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു വഴുവഴുപ്പ് പോലുള്ളൊരു ഇതുണ്ട്, ഒരു രുചിയുണ്ട്. അപ്പോൾ എല്ലാ ബേസുകൾക്കും എന്താണ് ആ ഒരു രുചിയാണ്, ഒരു കാര രുചി എന്നാണ് അതിന് പറയുക, ഒരു ആൽക്കലൈൻ നേച്ചർ. അപ്പോൾ എല്ലാ ആസിഡുകൾക്കും പൊതുവെ എന്താണ് പുളി രുചിയാണ്, എല്ലാ ബേസുകൾക്കും എന്തുണ്ട് കാര രുചിയാണ്. അപ്പോൾ ആസിഡിൻ്റെയും ബേസുകളുടെയും പൊതു സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൊടുത്തിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യണം. അതായത് ആസിഡുകൾ എന്ത് ചെയ്യും, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കും. പിന്നെ വേറെ എന്താ പ്രത്യേകത, ആ പോയിൻ്റ് ഇട്ട് കൊടുത്ത് നിങ്ങൾ പൂരിപ്പിച്ച് കൊടുക്കണം. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കും ചെയ്യും. അതുപോലെ പുളിരുചിയാണെന്ന് പറഞ്ഞു. ബേസുകൾ എന്താണ് വഴുവഴുപ്പുണ്ട് എന്ന് അവിടെ ഉണ്ട്. അതേപോലെ എന്ത് ചെയ്യും, ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുകയും ചെയ്യും. ഇനി അടുത്തത് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നവ. അപ്പോൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന ചില പദാർത്ഥങ്ങൾ നമ്മൾ പരീക്ഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഓറഞ്ച് നീര്, കഞ്ഞിവെള്ളം, കട്ടൻ ചായ, ഇരുമ്പൻ പുളി നീര്, മുന്തിരി നീര്, തക്കാളി നീര്, തേങ്ങ വെള്ളം. അപ്പോൾ ഇതിൽ ഏതൊക്കെയായിരിക്കും, ഇതിൽ നമ്മൾ ലിറ്റ്മസ് പേപ്പർ ഇട്ട് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും, നീല ലിറ്റ്മസ് പേപ്പർ ഇട്ട് നോക്കുകയാണെങ്കിൽ ഏതിനൊക്കെയായിരിക്കും ചുവപ്പാക്കി മാറ്റാൻ കഴിയുക നിങ്ങൾക്ക് തോന്നുന്നത്? നമുക്ക് തോന്നുന്നത് ഏതൊക്കെയായിരിക്കും, ഓറഞ്ച് നീര് ചിലപ്പോൾ ആവും.
അതുപോലെ ഇരുമ്പൻ പുളിനീരാവും, മുന്തിരി നീര്, തക്കാളി നീരൊക്കെ ആവും. അത് എന്തുകൊണ്ട് നമ്മളങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മളങ്ങനെ പറയാൻ കാരണം, നമുക്കറിയാം ആസിഡിനൊരു പൊതു സ്വഭാവമുണ്ട്. നമ്മൾ പറഞ്ഞു എല്ലാത്തിനും പുളിരുചിയാണെന്ന്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ എന്തുണ്ട്, ഒരു പുളിരുചി തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമുക്ക് തോന്നിയത് ഇതിനെന്ത് സ്വഭാവമാണ്, ആസിഡ് സ്വഭാവമാണെന്ന് നമുക്ക് തോന്നാനുള്ള കാരണം. അത് നിങ്ങൾ ഈ പട്ടികയിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്ന് ഇത്രയും പഠിച്ചാൽ മതി. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.